എല്ലാ ലഹരികളും ഇന്ന് വളരെ കൂളായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ MDMA എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നത് ഒരു ലൈൻ പോലെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ലൈൻ ഇട്ടാൽ പവറായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ, സ്റ്റാമ്പ് ഇട്ടാൽ പൊളിയല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മാജിക് മഷ്റൂം കൊടൈക്കനാൽ അത് ലഹരിയല്ല എന്നൊരു കോടതി വിധി വരുമ്പോഴേക്കും അതൊരു സാധാരണ വിധിയാണ്, പക്ഷെ അതിന് വല്ലാത്തൊരു ആഘോഷം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നത് കൂളാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് നമ്മളെ ഒരു മറ്റൊരു തരത്തിലേക്ക്, ഒരു ആൽഫ മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്മ മെയിലായിട്ടോ ഒക്കെ എത്തിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം റീലുകളും വീഡിയോകളും ഇതൊക്കെയും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ലഹരിയും കുട്ടിയും തമ്മിലുള്ള അകലം ഇന്ന് തീരെ ഇല്ലാതെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്കാണോ നിൽക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ ലഹരിയും കുട്ടിയും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ട്. ഏത് കോർണറിൽ, ഏത് വഴിത്താരകളിൽ, ഏത് കോറിഡോറുകളിൽ അല്ലെങ്കിൽ ആര് വഴി ലഹരി എത്തും കിട്ടുമെന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രമാത്രം നെറ്റ്വർക്ക് കൂടിയിട്ടുണ്ട്. എന്തായാലും ഏതൊക്കെയോ ഭരണ സംവിധാനങ്ങളോ ഏതൊക്കെയോ നോക്കേണ്ട തലങ്ങളിൽ കണ്ണടച്ച് വിട്ടാതെ കേരളത്തിൽ എന്തായാലും ലഹരി എത്തൂല. അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ ഇതൊരു പല തലങ്ങളിലേക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതൊരു ബിസിനസ്സായിട്ടോ മറ്റ് സാധ്യതകളായിട്ടോ കണ്ടതുകൊണ്ട് നമ്മുടെ കാര്യമൊക്കെ ബാക്കി സമൂഹം എന്തെങ്കിലും ആട്ടെ അതൊക്കെ അവർ നോക്കിയും കണ്ടും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്, അതായത് പിടിക്കണമെങ്കിൽ പിടിക്കാം, എത്തിക്കണ്ടെങ്കിൽ എത്തിക്കാം. അപ്പോൾ കാരണം ഞാൻ പല ഡിവിഷനുമായിട്ടൊക്കെ ഒരു പരിചയമുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ലഹരി സുലഭമാക്കാൻ ഇടയാക്കിയവർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തം. ഇതൊരു ബിസിനസ്സായിട്ട് ആരൊക്കെ എടുത്തു, ആരൊക്കെ കണ്ണടച്ചു, ഞാനതിനെ ലേബൽ ചെയ്യുന്നില്ല. പക്ഷേ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഇത് തടയാനുള്ള മാർഗ്ഗങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത കട സിപ്പപ്പ് കിട്ടുമെങ്കിൽ ആരാണ് പോയി സിപ്പപ്പ് വാങ്ങാത്തത് എന്ന ലെവലിലേക്ക് കൊച്ചു മാടക്കടകളിലും ലൊക്കേഷനിലൊക്കെ വന്നപ്പോൾ കുട്ടികൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൊഴിൽ പദ്ധതിയായിട്ട് കണ്ടു. കാരണം ഒരു പൊതുവിറ്റ് കിട്ടാൻ പണ്ട് 50 ആണെങ്കിൽ 500 കിട്ടുമായിരിക്കും, 1000 കിട്ടുമായിരിക്കും. കുട്ടികളുടെയൊക്കെ കയ്യിൽ സൈഡ് ബിസിനസ്സായിട്ട് വന്നു. ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡ് എന്താ കിടക്കുക? വിദേശത്തെ പോലെ നമ്മുടെ കുട്ടികൾക്കും യഥാർത്ഥത്തിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യപ്പെടാനുള്ള ആഗ്രഹമുള്ളവരും പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ആർജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് മുമ്പിൽ വേറൊരു നല്ല പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടിയില്ല. അവർക്ക് പൊതി കൊടുക്കലും അല്ലെങ്കിൽ ഇത്തരം സപ്ലൈയിലേക്കൊക്കെ വന്ന അതിൻ്റെ ചെയിനിൻ്റെ ഭാഗമായി ട്രാപ്പിൽപ്പെട്ടു പലരും. ഇവരും ഉപയോഗിക്കുന്നു, ഇവരും മാറുന്നു. അപ്പോൾ ഈ ട്രാപ്പിൽപ്പെട്ടവർ എന്ത് ചെയ്യും? ഇവർ സ്ലോഗൻസ് ഉണ്ടാക്കും. നിങ്ങളിപ്പോൾ ചോദ്യത്തിനകത്ത് പറഞ്ഞിരുന്ന ഈ സ്ലോഗൻസൊക്കെ എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് ക്യാപ്ഷൻസാണ്. ഇത് ഏതെങ്കിലും ഏജൻസി ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുക. ട്രെൻഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. മണ്ടത്തരമാണ് ചെയ്യുന്നതെന്ന് ഉപയോഗിക്കുന്നതിനും അറിയില്ല, കൊടുക്കുന്നതിനും അറിയത്തില്ല. ഈ മണ്ടത്തരം എന്താണെന്നറിയോ? അത് ഏത് ഡ്രഗ്സ് ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുമ്പോഴുള്ള താൽക്കാലികമായ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ആരെ പരിക്കേൽപ്പിച്ചിട്ടാണ്? നമ്മുടെ തലച്ചോറിനെ പരിക്കേൽപ്പിച്ചിട്ടാണ്. കടുത്ത മാനസിക രോഗങ്ങളിലേക്കും സ്കിസോഫ്രീനി അടക്കമുള്ള ഒരുപക്ഷെ നമ്മൾ നിരന്തരമായ ചികിത്സ എടുത്താൽ പോലും ചിലപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത പലതരത്തിലുള്ള മാനസിക രോഗങ്ങളിലേക്കാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിയുടെ, കോളേജ് വിദ്യാർത്ഥിയുടെ, യൂത്തിൻ്റെ ട്രെൻഡിന് പിന്നാലെ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ഡ്രഗ്സിൻ്റെ അനന്തരഫലമായിട്ട് ചിലർക്ക് ഉടനടിയോ ചിലർക്ക് പതിയെ സംഭവിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ അജണ്ടയാണോ പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. നമ്മുടെ യൂത്തിൻ്റെ, നമ്മുടെ കുട്ടികളുടെ ചിന്തകളിൽ ഇതൊരു ട്രെൻഡാണെന്നും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ, ലൈൻ ഇട്ടില്ലെങ്കിൽ, സ്റ്റാമ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ മറ്റ് പല തലങ്ങളിലുള്ള സംവിധാനങ്ങളൊക്കെ അതേപടി ഉപയോഗിച്ചില്ലെങ്കിൽ നീ ഔട്ട്ഡേറ്റഡ് ആണ്, നീ യോയോ അല്ല, സെറ്റല്ല, നീ വെറും പഴങ്കഞ്ചിയാണ് അല്ലെങ്കിൽ പഴയ ഒരാളാണെന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ പലർത്തിയപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? എല്ലാ കാലത്തും യൂത്ത് കുട്ടികൾ ട്രെൻഡിനനുസരിച്ച് പോകാനാണ് നോക്കുക. ജയൻ്റെയൊക്കെ കാലത്ത് ബെൽ ബോട്ടം പാൻസ് ആണ്. അത് വീണ്ടും ട്രെൻഡായിട്ട് വന്നാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 വരയൊക്കെ ഇടുന്നതാണ് ഹെയർ സ്റ്റൈലെങ്കിൽ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ ആർക്കും വരെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആൺകുട്ടികളെക്കാളും പലപ്പോഴും ഞാനിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ പെൺകുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ പുകവലിക്കുന്ന ശീലം കൂടുതലായിട്ട് വരുന്നത് ഈ പുകവലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറിനേക്കാളും ഒരു പവർ ഫാക്ടറോ അല്ലെങ്കിൽ ഫ്രീഡം ഫാക്ടറോ ഒക്കെ കയറി വരികയാണ്. യഥാർത്ഥത്തിൽ മദ്യപാനവും പുകവലിയും ഡ്രഗ്സും നമ്മുടെ ബ്രെയിനെ, തലച്ചോറിനെ വെജിറ്റബിളാക്കി മാറ്റി ഒന്നിനും കൊള്ളാത്ത യൂത്താക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന കഥകൾ ഒരു സൈഡിൽ കൂടെ വരികയാണ്. ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളും ഒക്കെയും നോക്കുമ്പോഴേക്കും ഒരു സൈഡിൽ കൂടെ യൂത്ത് അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറുന്നു. ഇതൊരു സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല, ഇതൊരു പത്രമാധ്യമങ്ങൾ വരുന്നില്ല. ഓക്കെ, 100 കണക്കിന്
യുവാക്കൾ ഇവരുടെ ട്രെൻഡിലേക്ക് പെട്ടിട്ട് അവരുടെ തലച്ചോറ് ഒന്നിനും കൊള്ളാത്തവരായിട്ട് പ്രതിഭ നഷ്ടപ്പെട്ട് കഥ എഴുതത്തില്ല, കവിത എഴുതത്തില്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ആ ലഹരിക്കടിപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മാറി എന്നുള്ള ട്രെൻഡ് പുറത്തേക്ക് വരുന്നില്ല. മാജിക് മഷ്റൂം ഒരു പക്ഷേ ലഹരിയല്ലെന്ന് കോടതി വിധിച്ചിരുന്നതിനെ കോടതി ഗ്ലോബലി ലെവലിലേക്ക് നോക്കുമ്പോഴേക്കും അതിനെ ആ ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ജീവിതം ലഹരിയായിട്ട്, സ്വപ്നങ്ങൾ ലഹരിയായിട്ട്, അവനവൻ്റെ ജീവിതത്തിലേക്കുള്ള ഓരോ ലക്ഷ്യങ്ങൾ ലഹരിയായിട്ട് മാറ്റുന്നതിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തത്? അപ്പോൾ ഇവിടെ ചിന്താധാരകൾ മാറ്റം വരാത്തതുകൊണ്ട് ട്രെൻഡിലേക്ക് ഉൾപ്പെട്ടു പോകുന്ന, മണ്ടത്തരങ്ങളിലൂടെ പോകുന്ന, ട്രാപ്പിൽ പെട്ടുപോയ അബദ്ധജടിലമായിട്ടുള്ള യാത്രകളിലൂടെ പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഇവർ വീരശൂര പരാക്രമങ്ങളൊന്നുമല്ല. എല്ലാവരും ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിച്ചില്ലേ, ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പെട്ടുപോകും, അപ്പം ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇതിനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, കുറേ നേരം ശ്രദ്ധ കിട്ടുമെന്നൊക്കെ പറയുന്നു, അല്ലെ കുറേ നേരം ഇങ്ങനെ ചെയ്യുന്നു, ഉറക്കം കുറേ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും മാറിയിട്ട് മാനസിക രോഗികളായിട്ട് മാറുന്നു എന്നുള്ളത് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് സത്യം. ഈ സത്യം ആളുകൾ ഒളിച്ചു വെക്കും. അതിനുശേഷം നമ്മൾ എന്തൊരു അഡ്വർടൈസ്മെൻ്റ് ഇടും, ആളുകളിൽ ട്രെൻഡായിട്ട് പറയും, ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. പിന്നെ അങ്ങനെ അതപ്പം അങ്ങനെ ഈ ഒരു കാഷ്വൽ നീ ഉപയോഗിക്കട്ടെ, നീ ഉപയോഗിച്ചത് എന്ത് പറ്റാണ്, ഞാൻ എത്ര നാളെ ഉപയോഗിക്കുന്നത്, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഈ രീതിയിലേക്കുള്ള. മാത്രമല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ, ഇപ്പൊ ഈ ഒരു സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള തോന്നിയിട്ടുണ്ട്. റീലിൽ എന്താണോ കാണുന്നത് അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ആവുന്നത്. അത് പാരന്റിങ്ങിൽ വരുന്നുണ്ട്, ഈ ഇതിലുള്ള ആഘോഷങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ടായിരുന്നു. ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുക, ഇന്നലകളിലെ ആകുലതകളിലേക്ക് പോകണ്ട, നാളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഇത് വളരെ പോസിറ്റീവ് സെൻസിലാണ് ലോകത്തിലേക്ക് പറഞ്ഞത്. അത് ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഒക്കെ മാറിയിട്ട് മനുഷ്യൻ പോസിറ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു ആപ്തവാക്യമാണ്. ഇതിൻ്റെ അറ്റം മുറിയൊക്കെ എവിടെയൊക്കെ കേട്ടിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന യാതൊരു ക്വാളിഫിക്കേഷൻസും ഇല്ലാത്ത, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല, മറ്റുള്ളവരെക്കുറിച്ച് ധാരണയില്ലാത്ത ഏതൊക്കെയോ, എല്ലാവരെക്കുറിച്ചല്ല കേട്ടോ, ഏതൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ ഒരുപക്ഷെ അവരുപയോഗിക്കുന്ന ചില കാര്യങ്ങൾ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, എന്നെ ആരും കുറ്റം പറയരുത്, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഞാനും എല്ലാവരോടും പറയുന്നു. ചിലപ്പോൾ അവരും പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ചെയ്യുന്നതെല്ലാം സ്വന്തമായ താല്പര്യത്തിലൊന്നുമല്ല. ഒരുപാട് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ധാരാളം നല്ല പരിചയക്കാരുണ്ട്. പക്ഷേ ചില ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പലപ്പോഴും ജീവിതത്തെ തകർക്കുന്ന തരത്തിലേക്കുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ആളുകളത് കൈയടിച്ചു. കാരണം എന്താണ്, എല്ലായിടത്തും നെഗറ്റീവ് വൈബിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടും. കാരണം എന്താണ്, ആരും പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാം കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. പക്ഷേ എപ്പോഴും വ്യത്യസ്തമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് കൈയടി കൊടുക്കുന്നൊരു ട്രെൻഡുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അവർ പറയുന്നത് കറക്റ്റാണെന്ന്. ഈ ട്രെൻഡിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഇന്നൊരു ദിവസമുള്ളൂ, ഇന്ന് വലിച്ചില്ലെങ്കിൽ, ഇന്ന് കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആകുമെന്ന് പറയുന്ന ലെവലിലേക്കാണ് ഇവരുടെ ടീച്ചിങ് പോകുമെന്ന് പറയുമ്പോൾ ഈ ടീച്ചിങ് തെറ്റാണെന്നോ, ഇത് ഉപയോഗിക്കുന്ന പല ആൾക്കാരും പലപ്പോഴും അവരൊരു അവസ്ഥയിലൂടെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെന്നോ ഇത് ഉപയോഗിക്കുന്നവരറിയുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ സത്യം പറയാം, ഈ അടുത്ത കാലത്ത് തന്നെ എത്ര ഇൻഫ്ലുവൻസേഴ്സാണ് ജീവിതം വേണ്ടെന്ന് വെച്ച് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നൊരു 12-15 ഇൻഫ്ലുവൻസേഴ്സ് എൻ്റെ ക്ലയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്ന സാറേ അത് ഇപ്പം അങ്ങ് ഫേമസ് ആയിപ്പോയി, മില്യൺസ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനീ പറയുന്നത് കറക്റ്റല്ലെന്ന് എനിക്കറിയാം. എന്നും സന്തോഷിക്കൂ, പോസിറ്റീവായിട്ട് ചെയ്യൂ. എനിക്ക് കരഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാനും പറ്റില്ല. കാരണം നല്ല ക്ലിനിക്കൽ ഡിപ്രഷനിലാണ്, അല്ലെ അവർ കുറേ ഒരു 3-4 റിലേഷൻഷിപ്പ് കുരുക്കിപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ഇവർ വന്ന് ഷൂട്ടിന് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ഇപ്പം എന്നെ കാണുന്നില്ലോ എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ വേറെയാണ്, ഇവർ ഒറിജിനൽ അവസ്ഥ വേറെയാണ്. തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ വരാം, അവരെ പാട്ടുകാരനായിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അവർ തന്നെ പറയുന്നത് ഞങ്ങൾ സത്യത്തിൽ സമൂഹത്തെ വല്ലാണ്ട് വഴിതെറ്റിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ കുറ്റബോധത്തോടെ ഉണ്ട്. ഇനിയിപ്പം മാറി എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഇത്രകാലം പറഞ്ഞൊക്കെ ചുമ്മാ നുണയായിരുന്നു. കാരണം ചില ആൾക്കാർ ഇപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. ഞാൻ ആ പ്രയോഗത്തെയാണ് കേട്ടോ പറഞ്ഞത്, ഞാനത് പഴഞ്ചൊല്ലാണ്. അപ്പോൾ വാളുള്ളവരും വെളിച്ചപ്പാടിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ അതൊരു പഴഞ്ചൊല്ലും പ്രയോഗമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതൽ ലൈക്ക് കിട്ടാനും കൂടുതൽ ഷെയർ കിട്ടാനും പറ്റുന്ന കണ്ടന്റ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇവർക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഉറക്കം പ്രോപ്പറായിട്ട് ഇല്ലാത്ത ഒരാളാണ് ഉറക്കത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ ഉറങ്ങാൻ പറ്റാത്തവനോ ഇവർക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, അല്ല ഇവർക്കൊക്കെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാനിത്ര നോക്കിയിട്ട് നടക്കുന്നില്ലോ എന്ന ചിന്ത മൂലം അവൻ അതിന്മേൽ ഡിപ്രസ്ഡ് ആവും. ഇതിനാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം ചുറ്റും പോസിറ്റിവിറ്റിയുടെ വീഡിയോസും കാര്യങ്ങളും മാത്രമാണ്. അത് നല്ലതല്ലെന്നല്ല, പക്ഷേ ആർക്കും പൂർണ്ണരാകാൻ പറ്റില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നമ്മളെല്ലാവർക്കും നമ്മുടേതായ കുറവുകളുണ്ട്. ഈ കുറവുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുറവുകളിൽ നിന്ന് നിറവുകളിലേക്ക് പോകാൻ തക്കവണ്ണത്തിലാണ് നമ്മുടെ ജീവിതം ശരിക്കും പോകേണ്ടത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ ഈ പല പല റീൽസ്